സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പ്രേക്ഷകരുടെ കയ്യിലെടുത്ത കുറച്ച് ആളുകളുണ്ട്, യുവാക്കളുണ്ട്. ഇപ്പോൾ ഹാഷിർ ആണെങ്കിലും ശരി, സാഫോബി, അതുപോലെ തന്നെ സിജു സണ്ണി എന്നിങ്ങനെയുള്ള ഒരുപാട് താരങ്ങൾ, അതുപോലെ തന്നെ മലയാള സിനിമയിലെ മുൻനിര താരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് വാഴ എന്നുള്ള സിനിമ. ആ സിനിമ ഒന്ന് റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ആൺപിള്ളേരുടെ കഥ വളരെ രസകരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും. അതായത് നമ്മൾ ഒരു ആൺപിള്ളേരെ ആയിക്കഴിഞ്ഞാൽ അറിയാം, ഒരു 25 വയസ്സ് വരെ അവരനുഭവിക്കുന്ന കാര്യങ്ങൾ, അവരുടെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല വീട്ടിലുണ്ടാവുന്ന പല സാഹചര്യങ്ങളും വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന സിനിമയായിരിക്കും എന്നാണ് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലായത്. ഈ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സിനിമ ഈ വർഷത്തെ ഏറ്റവും വലിയ പണംവാരി ചിത്രമായിട്ട് മാറും. കാരണം ഇന്ന് ഓഗസ്റ്റ് 15 അതിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് സിനിമകൾ, ഇപ്പോൾ തമിഴിലാണെങ്കിലും ശരി, മലയാളത്തിലാണെങ്കിലും ശരി, ഒരുപാട് സിനിമകൾ റിലീസാവുന്ന ഒരു സമയമാണ്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു സിനിമ യുവാക്കളുടെ കഥ പറയുന്നത് കൊണ്ടായിരിക്കാം യുവാക്കൾ ഏറ്റവും കൂടുതൽ ഈ സിനിമക്കാണ് ഇന്ന് കയറാൻ പോകുന്നത്. ഈ സിനിമയ്ക്ക് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ യുവാക്കൾ മൊത്തം ഈ ഒരു സിനിമ ഏറ്റെടുക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുന്ന ആഷിർ ആണെങ്കിലും ശരി, സാഫോബി ആണെങ്കിലും ശരി, സിജു സണ്ണി, അതുപോലെ തന്നെ മലയാള സിനിമയിൽ മുൻനിര താരങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട്. അതായത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്ന ജഗദീഷ് ആണെങ്കിലും ശരി, നോബി, അതുപോലെ തന്നെ അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെയുള്ള താരങ്ങളൊക്കെ ഒരു സിനിമയിലുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് ആളുകളും അതുപോലെ തന്നെ മലയാള സിനിമയിലുള്ള കുറച്ച് ആളുകളും ചേർന്നിട്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു ചിരി മാലപ്പടക്കമായിരിക്കും ഈ ഒരു വാഴ എന്ന് പറയുന്ന സിനിമ. വാഴ എന്നുള്ള പേര് ഇതിന് ഇട്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് എനിക്ക് തോന്നുന്നത്, ആൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഈ വാഴ എന്നുള്ളൊരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ നമുക്ക് കേട്ടിട്ടുണ്ടാവും. ആ ഒരു സംഭവം റിലേറ്റഡ് ആയിട്ടായിരിക്കും ഈ ഒരു സിനിമയുടെ മുഴുനീളമായിട്ടുള്ള കഥ പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ട് ലാസ്റ്റ് കരയിപ്പിക്കുമ്പോൾ എന്നുള്ള ഒരു സംശയം കൂടി ബാക്കിയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്ന് ഒരുപാട് സിനിമകൾ റിലീസ് ഉണ്ട് കേട്ടോ. എന്നിട്ടും ഞാൻ ആദ്യം പോകാൻ പോകുന്നത് വാഴ എന്ന സിനിമക്ക് തന്നെയാണ്. അപ്പോൾ അത് കാണാനുള്ള ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ചിട്ട് നമ്മളൊക്കെ ആൺപിള്ളേരായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സിനിമ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ തന്നെ ആയിരിക്കും ആ സിനിമയിൽ അല്ലെങ്കിൽ ആ സ്ക്രീനിൽ കാണാൻ കഴിയുക. 25 വയസ്സ് കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ടാവും. അതുപോലെ തന്നെ കുടുംബത്തിൽ ആ ഒരു സമയത്ത് ആൺപിള്ളേർ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ വളരെ വ്യക്തമായിട്ട് സിനിമ കാണിച്ചു തരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും സിനിമ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് സിനിമയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ എത്തിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇന്ന് റിലീസ് ചെയ്യുന്ന ഒട്ടുമിക്ക സിനിമകളും കാണാൻ പോകുന്നുണ്ട്. എല്ലാ സിനിമകളും നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം, എങ്ങനെയുണ്ട്, നമുക്ക് കാശ് കൊടുത്ത് കാണാൻ പറ്റുന്ന സിനിമയാണെന്നൊക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.